ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ക്രിസ്മസ് ഡേ ഔട്ടാണ്. ക്രിസ്മസ് ആയിട്ട് എല്ലാവരും എന്തൊക്കെയാണ് ചെയ്തത് പറയൂ കേട്ടോ. അപ്പോൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ എല്ലാം അഭിപ്രായങ്ങളൊക്കെ പറയണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, മിക്കവരും അറിഞ്ഞിട്ടുണ്ടാകും. തൊടുപുഴയിൽ മറൈൻ എക്സ്പോ വന്നിട്ടുണ്ട്. അപ്പം അവിടെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം എന്നോർത്ത് ചുമ്മാ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്നോർത്തിട്ട് നമ്മൾ അങ്ങനെ പോയി. അപ്പോൾ അതാ അവിടെ കുറേ ഫിഷ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്, എന്തൊക്കെയൊക്കെ കാര്യങ്ങളുണ്ട്. കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളവിടെ പോയപ്പം 5 മണിക്കായിരുന്നു. വേറെ കുറേ പരിപാടികളുണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു നമുക്ക് അന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത്. അതായത് 25-ാം തീയതി ക്രിസ്മസ് ഡേ എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം അങ്ങനെ നമുക്ക് ആ ഒരു ടൈം സെറ്റായപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി. 100 റുപ്പീസാണ് കേട്ടോ അതിനുള്ള ഫീ എന്ന് പറയുന്നത്. കുഴപ്പമില്ലാത്ത ഫീ ആണ്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ, വെറൈറ്റി ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒത്തിരി നമ്മൾ കാണാത്ത സൈസ് മീൻ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഒന്നും പ്രതീക്ഷിച്ചാരും ചെല്ലണ്ട. കുഴപ്പമില്ല, എന്നാലും ഓക്കെ ആണല്ലോ, അത് വാവ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ ദാ ഗോൾഡ് ഫിഷ്, പിന്നെ ഇതൊക്കെ പേരെന്താണെന്നറിയില്ല, പക്ഷേ എന്തൊക്കെയൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെല്ലുന്നത് ടണലാണ്. അതായത് ഒരു ഫിഷ് ടണൽ ക്രിയേറ്റ് ചെയ്തിട്ട്, ആർട്ടിഫിഷ്യലി അവർ ക്രിയേറ്റ് ചെയ്തിട്ട്, വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനുള്ളിലൂടെ നടക്കുന്നതാണ്. അത്ര വലിയതൊന്നുമല്ല കേട്ടോ. പിന്നെ ചെറിയ ഇത് ആയതുകൊണ്ട് തന്നെ നല്ല തിക്കും തിരക്കായിരുന്നു, നിറച്ച ആൾക്കാരുണ്ട്. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ഫ്യൂ ഡേയ്സ് ആയിട്ടേ ഉള്ളൂ. അതിൻ്റേതായിട്ടുള്ള തിരക്കും ബഹളങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല തിക്കും തിരക്കാണ് കേട്ടോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ ചൂടെടുത്തിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരുപാട് ഇങ്ങനെ തിക്കും തിരക്കിലും നടക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഫിഷിൻ്റെ ചെറിയ ഫിഷ് ടാങ്ക് കണ്ടിട്ട് നമ്മൾ ഇതിലേക്ക് കയറുകയാണ്. ഇതിൽ ഒരുപാട് വെറൈറ്റി ഓഫ് ഫിഷസ് ഇങ്ങനെ ഇട്ടിട്ട് മൊത്തം മിക്സ്ഡ് ആക്കി ഇട്ടിട്ട് അങ്ങനെ നമ്മൾ അതിനുള്ളിലൂടെ അങ്ങനെ പുറത്തേക്ക് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെന്താണ്, ഒരുപാട് അങ്ങനെ വിവരിച്ച് തരാൻ മാത്രം എനിക്ക് ഫിഷിനെ പറ്റി അങ്ങനെ ഒരുപാട് ഒന്നും അറിയില്ല. അപ്പം അതിനെപ്പറ്റി അങ്ങനെ കാര്യമായിട്ട് പറയാനും എനിക്കതിന് അത്ര ഇതില്ല കേട്ടോ. അപ്പം സൊഹാനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും, കാണാനുള്ള സംഭവങ്ങളാണ്. സൊഹാൻ മിമി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കത് മതിയല്ലോ. അപ്പം നമ്മളിതാ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഒരുപാട് വലുതല്ല, എന്നാലും ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ പോകുമ്പം സോഫ, പിന്നെന്താണ് ഒരു ഫർണിച്ചേഴ്സ് സെറ്റായിട്ടുള്ള മേളകൾ കാര്യങ്ങൾ, പിന്നെ എല്ലാ കോമൺ നമ്മുടെ ഇങ്ങനത്തെ സംഭവങ്ങളിലും കാണുന്ന പോലത്തെ കുറേ സ്റ്റാൾസ്, ഒരുപാട് സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് അവർ. അതൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കുറേ കാര്യങ്ങളാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് മുട്ടായി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല, അതാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ നമ്മൾ അതിനകത്തുനിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ ഫുഡ് റിലേറ്റ് ചെയ്ത കുറേ കാര്യങ്ങൾ, അതായത് ചായ, പിന്നെ ചെറിയ കടികൾ പോലെയുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനും ഭയങ്കര തിരക്കാണ്. നമ്മൾ പോയി കുറച്ച് വാങ്ങാൻ നോക്കി, പക്ഷെ നടന്നില്ല, ഭയങ്കര തിരക്കാണ്. പിന്നെ നമ്മളോടത്ത് വെളിയിൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന്. അപ്പോൾ നമ്മളിതാ പിന്നെ പോകുമ്പോൾ കുറച്ച് റൈഡ്, അതായത് വലിയ കാര്യമായിട്ടുള്ള റൈഡ്സ് ഒന്നുമില്ല, എന്നാലും നമ്മൾ കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ എല്ലാ മേളകളിലും അതുപോലെ ഇതുപോലെയുള്ള ഫെയർ ഫെസ്റ്റിലൊക്കെ കാണുന്ന പോലത്തെ ചെറിയ കുട്ടി റൈഡ്സൊക്കെ ഇങ്ങനെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ തൊടുപുഴയിലൊന്നും വന്നിട്ട് ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല, പോയിട്ടില്ല. നമ്മൾ കണ്ണൂരൊക്കെ പോകുമ്പം അങ്ങനെ പോകും. അവിടെയൊക്കെ കോമൺ ആയിട്ട് എപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ വന്നിട്ടില്ല. പിന്നെ വേറെ മുമ്പ് എവിടെയോ ഇതുവരെ പോയിട്ടുണ്ട്, അത് എവിടെയാണെന്ന് എനിക്ക് ഓർക്കുന്നില്ല. നമ്മുടെ ഈരാറ്റുപേട്ടയിൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു, സെയിം സംഭവം തന്നെ, സെയിം അല്ല ഇതുപോലെയൊക്കെ തന്നെ ഉള്ള റൈഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഫെസ്റ്റിവൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെയൊക്കെ തന്നെ ഏകദേശം ചെറിയ വ്യത്യാസങ്ങൾ. ആ ഫിഷ് ടാങ്കൊക്കെ അതൊക്കെ ഉള്ളൂ വ്യത്യാസങ്ങൾ എന്ന് പറയാൻ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇത് കണ്ടില്ലേ, എന്തോ ഇങ്ങനെ റൗണ്ടിലുള്ള സംഭവം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സാധനം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ നമ്മൾ കണ്ടിട്ട് പിന്നെ നമ്മൾ ഇറങ്ങിയിട്ടോ. കാരണം ഒരുപാട് നേരം അവിടെ നിൽക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയൊരു ചായയൊക്കെ കുടിക്കാമെന്ന് ഓർത്തു. നമ്മൾ വല്ലപ്പോഴൊക്കെ കയറുന്നൊരു കടയിൽ ഇങ്ങനെ നിർത്തി. പിന്നെന്താണ്, അപ്പം 6 മണിയൊക്കെ ആവാറായി എന്ന് തോന്നുന്നു.
പിന്നെ നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ട് ഇടയ്ക്കുള്ള ക്ലിപ്പിങ്സ് ഒന്നും ഞാൻ എടുക്കാൻ പോവില്ല. പിന്നെ നമുക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ തൊട്ട് പുറകിലേക്കായിട്ട്. നമ്മൾ കറക്റ്റ് വന്നത് 8 മണി 8:30 സംതിങ് ലൈക്ക് അത്ര ആയിട്ടുണ്ട്. എന്നാലും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണാം എന്നോർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ആ വീടൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു. ഒരുപാടൊന്നും ഇല്ല കേട്ടോ, എല്ലാ ഭാഗങ്ങളും ഒന്നും എടുത്തില്ല, ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. നമ്മളവിടെ അവിടെ നിന്നാണ് നമ്മൾ ലാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചത്. രാത്രിയിലെ ഫുഡൊക്കെ നമ്മൾ അവിടെ നിന്നാണ് കഴിച്ചത്. പിന്നെ ഇത് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഞാൻ ആ ബാക്ക് സൈഡിലുള്ള വ്യൂ ഒന്ന് കാണിച്ചിരുന്നത്. ഫുൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിനി കിടക്കാനുള്ള സമയമായി. രാവിലെ തൊട്ടുള്ള അലച്ചിലാണ്. അപ്പോൾ നമ്മൾ ഇനി കിടക്കാൻ വേണ്ടി പോവുകയാണ്. ഫ്രഷായി കുളിച്ചു, സൊഹാനയൊക്കെ കുളിപ്പിച്ചു, കുളിച്ചു, നമസ്കരിച്ചു, എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിനി കിടക്കാൻ വേണ്ടി പോവുകയാണ്. ജൊഹാനെ കുറച്ച് നേരം ഒന്ന് പാമ്പർ ഫ്രീ ആയിട്ട് വിട്ടു കേട്ടോ. രാവിലെ തൊട്ട് പാമ്പി ഇട്ടുണ്ട് ഇങ്ങനെ ഡയപ്പർ ഇട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രീ ആക്കി വിട്ടു. കുറച്ച് നേരം ഒന്ന് ഫ്രീ ആയിട്ടിരിക്കട്ടെ എന്നോർത്തിട്ട്. അങ്ങനെ അവൻ എന്തൊക്കെയൊക്കെ അവർ രണ്ടുപേരും എന്തോ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ സുഹാൻ അപ്പ പൊക്കോന്ന് പറഞ്ഞിട്ട് അപ്പാനെ ഇറക്കി വിട്ടു ലാസ്റ്റ്. പക്ഷെ പോയൊന്നുമില്ല കേട്ടോ. പിന്നെ ചുമ്മാ അങ്ങനെ കാണിച്ചിട്ട് തിരിച്ചു വന്നു. പിന്നെ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്രിസ്മസ് ഡേ എന്ന് പറയുന്നത്. രാവിലെ തൊട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, കാരണം ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് വൈകുന്നേരം അവിടെ എക്സ്പോ ചെന്നപ്പോഴത്തേക്കും ചുമ്മാ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ബൈ.